അപ്പോൾ നമുക്ക് ഇന്ന് ഇതിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം. ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ അളവ് വെച്ചിട്ട് തന്നെ ഞാൻ ലൈനിങ് കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നെക്ക് അടിക്കുകയാണ്. ഇതിപ്പോൾ ലൈനിങ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പം നമ്മൾ നെക്ക് തയ്ച്ചു കഴിഞ്ഞു. അപ്പം ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. ഇതിപ്പോൾ ഫ്രണ്ട് നെക്ക് ബാക്ക് നെക്ക് തയ്ച്ച് അത് തിരിച്ചിട്ട് കഴിഞ്ഞു. അകത്ത് കാണുന്നതാണ് ലൈനിങ്. ഇത് നമ്മുടെ നല്ല വശമാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾഡർ ജോയിൻ ചെയ്യാം. ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ട് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലിയറായിട്ട് കണ്ടവർ അത് നോക്കണമെങ്കിൽ നോക്കാം. ഇത് ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ലൈനിങ് രണ്ടും ഒരുപോലെ വെക്കുക. കണ്ടോ, ഇത് നല്ല വശവും ഏതെങ്കിലും ഒരു പോർഷൻ മുഖത്തോട് മുഖം വയ്ക്കുക. അപ്പോൾ ലൈനിങ്ങിൻ്റെ ആണെങ്കിൽ ലൈനിങ് മുഖത്തോട് മുഖം വയ്ക്കുക. എന്നുവെച്ച് ഇത് കണ്ടല്ലേ, ഇത് ഇങ്ങോട്ടൊക്കെയുള്ള കൈയാണോ, ഇത് ഒരു സൈഡിലെ കൈ എടുത്തിട്ട് ലൈനിങ് എങ്കിൽ ലൈനിങ്, അല്ലെങ്കിൽ നല്ല വശമെങ്കിൽ നല്ല വശം, അത് മുഖത്തോട് മുഖം വയ്ക്കുക. എന്നുവെച്ച് അതിന് ഒരു പോർഷൻ, അതായത് നല്ല വശം എടുത്തിട്ട്, നല്ല വശം അല്ലെങ്കിൽ തിരിഞ്ഞിരിക്കുകയാണെങ്കിൽ ലൈനിങ്, അത് ഇങ്ങോട്ടേക്ക് ഇങ്ങേ സൈഡിലേക്ക് കൊണ്ടുവരും. അപ്പം ഇങ്ങേ സൈഡിൽ രണ്ട് ലൈനിങ് പീസും അങ്ങേ സൈഡിൽ നല്ല വശം രണ്ടും കിട്ടും. അപ്പം അങ്ങനെ നമുക്ക് രണ്ട് ഭാഗവും തയ്ച്ചെടുക്കാം. അതോടെ ഷോൾഡർ ജോയിൻ ആയി കിട്ടും. ഇതുണ്ടോ, ഷോൾഡർ ജോയിനായി. അപ്പം തയ്യൽ തുമ്പ് പുറത്ത് കാണാത്ത രീതിയിലാണ് ഇതിപ്പോൾ തയ്ച്ചേക്കുന്നത്. അതുപോലെ തന്നെ മറ്റേ സൈഡും നമുക്ക് തയ്ച്ചെടുക്കാം. ഇപ്പോൾ ഷോൾഡർ രണ്ട് ഷോൾഡറും തയ്ച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യാം. സ്ലീവ് ജോയിൻ ചെയ്യാനായിട്ട് ഇതിൻ്റെ നേരെ നടുക്കുവശം എടുത്തിട്ട് നമ്മളൊരു നോച്ചിട്ട് ഇതിൻ്റെ നടുക്ക് ഭാഗം ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നോച്ചിടുന്നത്. എന്നുവെച്ച് ഒരു ഷോൾഡറിൻ്റെ ഒരു പോർഷൻ എടുത്തേച്ച് ഇതിൻ്റെ നടുക്കുവശത്തു നിന്ന് നമ്മൾ അങ്ങ് തയ്ച്ചു തുടങ്ങാം. നമ്മൾ നോച്ചിട്ട ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, അത് ഇങ്ങനെ തന്നെ വെച്ചേച്ച് അങ്ങ് തയ്ച്ചു തുടങ്ങാം. ഇപ്പോൾ ഒരു ഭാഗത്തെ സ്ലീവ് നമ്മൾ യോജിപ്പിച്ച് കഴിഞ്ഞു. അതുപോലെ തന്നെ മറ്റേ സ്ലീവും ചെയ്തെടുക്കുക. ഇനി നമുക്ക് കൈയുടെ അറ്റം ഒന്ന് മടക്കിയടിക്കാം. രണ്ട് സൈഡിലെയും കൈ ഒരുപോലെ തന്നെ വരണമെങ്കിൽ നമുക്ക് ഇത് രണ്ടും ഒരുപോലെ വെച്ചിട്ട് സെയിം ആയിട്ട് തന്നെ ഒന്ന് മടക്കി എടുക്കാം. ഇനി നമുക്ക് സൈഡ് യോജിപ്പിക്കാം. അപ്പോൾ അത് കൈയുടെ ഭാഗത്തു നിന്നാണ് നമ്മൾ സൈഡ് യോജിപ്പിച്ച് തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 1 ഇഞ്ച് ഡിഫറൻസിലാണ് സീം അലവൻസ് ഇട്ടിരുന്നത്. അപ്പോൾ ആ ഒരു 3/4 ഇഞ്ച് 1 ഇഞ്ച് ഡിഫറൻസിൽ തന്നെ നമുക്ക് തയ്ച്ചിങ്ങി പോരാം. ഇപ്പോൾ ഞാൻ 3/4 ഇഞ്ചിലാണ് തയ്ച്ചു തുടങ്ങുന്നത്. ഇതാണ് സ്ലിറ്റിൻ്റെ പോർഷൻ. അപ്പോൾ സ്ലിറ്റ് എത്തുന്നതിന് ഒരിത്തിരി മാറി, അതായത് ഈ ഒരു പോർഷൻ ആകുമ്പോഴത്തേക്കും നമ്മൾ തയ്യൽ ലോക്കിട്ട് നിർത്തണം. അതിന് ശേഷം പിന്നീടാണ് നമ്മൾ സ്ലിറ്റ് തയ്ച്ചെടുക്കുന്നത്. അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം. ഇതാ ഈ ഒരു പോർഷൻ എത്തുമ്പോൾ നമ്മളൊന്ന് ലോക്കിട്ടതങ്ങ് നിർത്തിയേക്കുക.
തന്നെ അങ്ങേ സൈഡ് നമുക്ക് തയ്ച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മൾ സ്ലിറ്റിൻ്റെ പോർഷൻ തയ്ച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഈ ലൈനിങ് പോർഷൻ ഉണ്ടല്ലോ അതിൻ്റെ താഴെ വരെ നമുക്ക് വേണ്ട. അപ്പോൾ ലൈനിങ് ഒന്ന് മടക്കി തയ്ക്കണം. കാരണം നമ്മൾ ലൈനിങ്ങും ഇതും കൂടെ ഒരുമിച്ചാണ് അടിച്ചു പോരുന്നത്. അപ്പോൾ അതിന് മുമ്പ് ലൈനിങ് ഒന്ന് മടക്കി അടിക്കണം അകത്തേക്ക്. ഇപ്പം നമ്മൾ ലൈനിങ് താഴത്തെ ഭാഗം അടിച്ചു കഴിഞ്ഞു. ഈ ഒരു പോർഷൻ അടിച്ചു, രണ്ടിടത്തും അപ്പുറവും ഇപ്പുറവും അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സ്ലിറ്റ് തയ്ക്കാം. സ്ലിറ്റ് തയ്ക്കുന്നതിന് ഈ ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം. നമ്മളിപ്പോൾ ഈ ഒരു പോർഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടുന്ന് ഇങ്ങനെ മടക്കി തയ്ച്ചു വരിക. ലൈനിങ് കൂടെ ചേർത്തിട്ടാണ് ഞാനിപ്പോൾ മടക്കി അടിക്കുന്നത്. താഴത്തെ പോർഷൻ ഞാൻ മടക്കി അടിക്കുന്നില്ല. അതുപോലെ തന്നെ ഇങ്ങേ സൈഡും ഇതിപ്പോൾ ഇവിടെ ഈ ഒരു പോർഷനിൽ വന്നു കഴിയുമ്പോൾ ഇത് കണ്ടോ, നമ്മൾ നേരത്തെ തയ്ച്ച സ്ലിറ്റിൻ്റെ പോർഷനാണ്. അപ്പം ഇവിടം വരെ നമ്മളിത് ഇവിടുന്ന് വരുന്ന പോർഷൻ ഇവിടം വരെ നമ്മൾ മടക്കി കൊണ്ടുവരിക. ഇങ്ങനെ കണ്ടോ, ഇതിനകത്തേക്ക് കറക്റ്റ് നേരെ മടക്കി വെച്ച് ഈ ഒരു പോർഷൻ്റെ ഈ ഭാഗം, ഇങ്ങേ ഭാഗം എന്ന് പറയുന്നത് മടക്കി ഇതിനകത്ത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വെച്ച് ഇത് ഇങ്ങനെ കൊണ്ടുവരിക. അതുപോലെ തന്നെ നമ്മൾ ഇവിടുത്തെ മടക്കും, അതായത് ഇതിനകത്തെ മടക്കും നമ്മൾ ഇങ്ങനെ മടക്കിയേക്കുന്ന ഈ ഭാഗത്തെയും മടക്ക് കറക്റ്റ് ഇതിനകത്ത് ആ മടക്ക് അതുപോലെ തന്നെ വെച്ച് കൊണ്ടുവരിക. എന്നുവെച്ച് സ്ലിറ്റ് തയ്ച്ച് ഫിനിഷ് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. ഇങ്ങനെ കൊണ്ടുവരിക. എന്നുവെച്ച് നമുക്ക് സ്ലിറ്റിൻ്റെ കണ്ടോ, സ്ലിറ്റിൻ്റെ തയ്യൽ കഴിഞ്ഞു. ഈ ഒരു പോർഷനിലെ സ്ലിറ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടി. ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ സൈഡും തയ്ച്ചെടുക്കാം.